അങ്ങനെ തേങ്ങ ഉടയ്ക്കുമോ സ്വാമി എന്ന് ചോദിച്ചതുപോലെ ഇന്ന് ഡൽഹിയിൽ വീണ്ടും ചർച്ച നടക്കണം. മാരത്തോൺ ചർച്ചകളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക വല്ലതും സംഭവിക്കുന്നെങ്കിലും. അല്ല, ഇതിനകത്ത് ഇനിയിപ്പം ഇന്നലെ ഒരു കാർട്ടൂണോ ട്രോളോ കണ്ടു. ഇനിയിപ്പോൾ ഇവിടുത്തെ വോട്ട് ചെയ്ത വോട്ടർമാരെ മാത്രമേ അങ്ങോട്ട് വിളിപ്പിക്കാൻ, ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരെയും അതപ്പോൾ ഇന്ന് ട്രോളായിട്ടൊക്കെ കണ്ടു. വോട്ടർമാരെ വിളിപ്പിക്കുമെന്നാ കേട്ടതെന്നൊക്കെ പറഞ്ഞ് ഒരു ട്രോള് കണ്ടു. ഇന്നലെ ഒരാളോട് ഫോൺ ചെയ്തിരുന്നു ഓഫീസിലേക്ക്. അയാൾ പറയുന്നത് നിങ്ങൾ ഇന്നിട്ട് ഒരു സർവേ നടത്തണമെന്നാണ് ആര് മുഖ്യമന്ത്രി ആവണമെന്നുള്ള കാര്യത്തിൽ. ഞങ്ങൾ പറഞ്ഞ അല്ല ഞങ്ങൾ അല്ലല്ല അത് പറ്റില്ല, നിങ്ങൾ ഈ 3 പേരിൽ ആര് വേണം അല്ലെങ്കിൽ 4-ാമതെന്നുള്ള കാര്യം നിങ്ങൾ സർവേ നടത്തണം. ഇതിപ്പം മുഖ്യമന്ത്രിയെ അങ്ങ് തീരുമാനിച്ചു എന്ന് വെക്കുക. ഇന്നോ നാളെയോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. നാളെ പ്രഖ്യാപിക്കും. ഇന്നിപ്പോൾ ചൊവ്വയല്ലേ, ബുധനാഴ്ച പ്രഖ്യാപിക്കും മുഖ്യമന്ത്രി. കെ.സി. വേണുഗോപാലിനാണ് സാധ്യത. വേറെ വി.ഡി. സതീശൻ ഇതുവരെ മത്സരരംഗത്തുണ്ടെങ്കിലും സാധ്യത പറയുന്നത് കെ.സി. വേണുഗോപാൽ. ഇന്നിപ്പം അവിടെ ഡൽഹിയിലെത്തുന്ന കേരളത്തിലെ നേതാക്കന്മാരെ എന്ത് പറയുമെന്നുള്ള അവരെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്താനായിരിക്കും വിളിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പം മുഖ്യമന്ത്രിയെ നാളെ തീരുമാനിച്ചു എന്ന് കരുതുക. അടുത്ത അടി വരാൻ പോവാ മന്ത്രിമാരെ. ആര് മന്ത്രിമാരാവും? കെ.സിക്ക് വേണ്ടി പട നയിച്ചിട്ടുള്ള ആൾക്കാർക്കെല്ലാം മന്ത്രിസ്ഥാനം കെ.സി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഘടകകക്ഷികളുടെ മന്ത്രി 10-11 സ്പീക്കർ അടക്കം 11 ഉള്ളൂ കോൺഗ്രസിന്. ഈ 10 മന്ത്രിമാരിൽ കെ.സിയുടെ കൂടെ നിന്ന് ഈ പട നയിച്ചവർക്കെല്ലാം കെ.സി ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണം നടത്തണം. അതായത് മാത്യു കുഴൽനാടൻ, ലിജു അടക്കമുള്ള ആൾക്കാർ മന്ത്രിയാക്കണം. നിലവിലാകെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് കെ മുരളീധരനും സണ്ണി ജോസഫ്. പിന്നെ ഒന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൂടെ വേണമെങ്കിൽ നമുക്ക് ആക്കേണ്ടി വരും. അപ്പോൾ ബാക്കി ആര് മന്ത്രിയാകും എന്നുള്ളതിനെ ചൊല്ലിയായിരിക്കും അടുത്ത അടി. അവിടെ പ്രത്യക്ഷപ്പെടും സമുദായങ്ങൾ. അതാണ് ഈ കോൺഗ്രസ് ഭരിക്കുമ്പോഴെല്ലാം ഇപ്പോഴും മന്ത്രിമാരൊക്കെ പദവികൾ നിശ്ചയിക്കുമ്പോൾ സമുദായം ഒരു വലിയ ഘടകവും കീറാമുട്ടിയായി മാറും. ഈ ആകെ കോൺഗ്രസിന് 10 മന്ത്രിമാരേ ഉള്ളൂ. 9 മന്ത്രിമാരെ ഈഴവ സമുദായത്തിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ആകെ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. ഇത് 9 എണ്ണം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ആകെ അവർക്ക് 9 MLA-മാരേ ഉള്ളൂ. അവരെ എല്ലാം മന്ത്രിമാരാക്കണമെന്നാണ് ജനസംഖ്യാനുപാതി കണക്കെടുത്ത് നോക്കിയിട്ട് അങ്ങനെ പറയുന്നത്. കാരണം ഈ ഇപ്പം പിന്നെ കെ.സി ആണെങ്കിലും വി.ഡി. ആണെങ്കിലും ആർ.സി ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും നായർ സമാജത്തിൽപ്പെട്ടവരായതുകൊണ്ട് പ്രധാനപ്പെട്ട പദവികളല്ല താക്കോൽ സ്ഥാനം മുഴുവൻ അങ്ങോട്ട് പോയി ഇനി ഞങ്ങൾക്കില്ലയോ എന്നുള്ളൊരു പ്രശ്നമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതൊരടി. മുഖ്യമന്ത്രി, മന്ത്രിമാർ. ഇനി ആയേക്കായി വലിയൊരു അടി വരാൻ പോകും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്തായാലും മന്ത്രിയാണെന്നുള്ള ഉറപ്പായി. സണ്ണി ജോസഫ് മന്ത്രിയാകുന്നതോടെ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. അപ്പോൾ 2 പേര് മത്സരരംഗത്തുണ്ട്. ആന്റോ ആന്റണിയും കൊടിക്കുന്നിൽ സുരേഷും, 2 MP-മാർ. കൊടിക്കുന്നിൽ സുരേഷാണ് കുറച്ചുകൂടെ എന്താണ് ഈ ഒരു പാർലമെന്റ് അംഗം എന്നതിൽ സീനിയർ കൊടുക്കുന്നില്ലാണ്. അതെ. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ വന്ന ആന്റോ എന്ന് പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെയും റോബർട്ട് വധേരയുടെയും സ്വന്തം ആളാണ്. അപ്പോൾ ആന്റോ ആന്റണിയെ KPCC പ്രസിഡന്റ് ആക്കാനൊക്കെ കൊണ്ട് നേരത്തെ തന്നെ ഇത് നടന്നിരുന്നു. പക്ഷെ അന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇടപെട്ടാണ് അത് വെട്ടിയത്. അദ്ദേഹത്തിന് അടൂർ പ്രകാശിനെ ആക്കി. അങ്ങനെയാണ് അടൂർ പ്രകാശിനെ ആക്കാൻ സാധിക്കില്ല എന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തെ UDF കൺവീനറാക്കിയത്. അപ്പോൾ എന്തോ പറ്റി, ആന്റോ ആന്റണി അവിടുന്ന് ഔട്ടായി. പകരം സണ്ണി ജോസഫ് വരികയും ചെയ്തു. കെ സുധാകരൻ്റെ ഇത് ഉണ്ട്. ഇപ്പം പുറത്ത് വന്നിരിക്കുന്ന 2 പേരാ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയും വേറെ ആൾക്കാരുണ്ട്. ഷാഫി പറമ്പിൽ ചെറുപ്പക്കാരനായ ഒരാളാണ്. ഞാൻ ചോദിക്കുന്നത് ഒരു കാര്യം, ഈ MP-മാർക്കും MLA-മാർക്കും അല്ലാതെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണം. അല്ല, അവർക്കപ്പോൾ സമയം കിട്ടുമല്ലോ. അല്ലെങ്കിൽ MP MLA എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ തിരക്കിൽ പെടും. അതെ. അപ്പം ഇവർ ഈ അപ്പം ഇതിനകത്തുനിന്ന് ആര് വരും? ഇപ്പം നമുക്ക് കെ ബാബുവിനെ ആക്കാമല്ലോ. അതെ, കെ ബാബു പാർലമെന്ററി പാർട്ടി രംഗത്തു നിന്നല്ലേ മാറി നിന്നിട്ടുള്ളൂ. രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടില്ല. അദ്ദേഹത്തെ വേണേൽ ആക്കാമല്ലോ. അപ്പോൾ പ്രാതിനിധ്യമായി, ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യമായി. ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ, ആന്റോ ആന്റണിയോ, ബെന്നി ബെഹന, ഇവരെല്ലാം ഇപ്പൊ ജനപ്രതിനിധികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ല, അവർക്ക് മാത്രമല്ല ലോക്സഭാംഗങ്ങളാകുമ്പോൾ അവർക്ക് മണ്ഡലത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടേണ്ടി വരും. രാജ്യസഭാംഗമാണെങ്കിൽ പിന്നും പണ്ടൊക്കെ കോൺഗ്രസിലെ KPCC പ്രസിഡന്റ് രാജ്യസഭാംഗമാക്കും. കാരണം ഡൽഹി യാത്ര, അത് MP എന്നുള്ള ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, അത് എളുപ്പമാവും. പക്ഷേ ഇപ്പം അങ്ങനെയും സംഭവിക്കുന്നില്ല. ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി തന്നെയാണ് കോൺഗ്രസിൽ. കാരണം അവരെ ഭാവിയിൽ നമുക്കൊരു വലിയ പദവികളിലേക്ക് എത്താനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കാണാക്കാം. AK ആന്റണി പോലും KPCC പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രിയായത്. ആദ്യം 32ാമത്തെ വയസ്സിലോ മറ്റോ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയ ആളാണ്. അതൊക്കെ റെക്കോർഡാണ്. ഇനി ഈ പ്രായത്തിലൊന്നും ആരും കേരളത്തിൽ KPCC പ്രസിഡന്റ് ആണുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മുഖ്യമന്ത്രി ചർച്ച നടക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അന്തിമ തീരുമാനം എടുത്ത് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സീനിയേഴ്സിനെല്ലാം അങ്ങോട്ട് വിളിച്ചതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. കാരണം ഇത് KC വേണുഗോപാൽ ആകും, അതുകൊണ്ട് എന്ത് കുഴപ്പമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇവരെ എല്ലാം വിളിച്ചിരിക്കുന്നത് ഈ ഒരു സമവായം ഉണ്ടാക്കി KC വേണുഗോപാലിനെ പ്രഖ്യാപിച്ചിട്ട് ഈ നേതാക്കളെല്ലാം ചേർന്ന്
കേരളത്തിൽ അടിയുണ്ടാകാതിരിക്കാൻ നോക്കുക, സമാധാന അന്തരീക്ഷം തകരാതെ നോക്കുക. ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ. കാരണം സതീശ അനുകൂലികൾ മൊത്തം തെരുവിലുണ്ട്. അവർക്ക് ആരെയും പ്രശ്നമല്ല. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വരെ വലിച്ചു കയറി. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് എന്നതിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഈ വലിയ കുറുക്കന്മാരാണ് ഉമ്മൻചാണ്ടിയുടെ പടം അവരത് അടിച്ചു വെച്ചത്. ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ എന്ന് കരുതി ഇത് കീറത്തില്ലെന്നും കണ്ടാ കൊണ്ടുവച്ചത്. പക്ഷെ അവര് ഉമ്മൻചാണ്ടി ഒന്നും നോക്കിയില്ല, KC-യുടെ മുഖം നോക്കി. അന്നവൻ എന്തോ ഉമ്മൻചാണ്ടി കോൺഗ്രസ്സുകാരനായിരിക്കില്ല, അതാണ് വലിച്ചു. കോൺഗ്രസ്സുകാർ ഒരിക്കലും ഉമ്മൻചാണ്ടി വലിച്ചു കയറില്ല. അല്ല, അവിടെ ഉമ്മൻചാണ്ടി അവർക്കൊരു വിഷയമല്ല. ഉമ്മൻചാണ്ടി അവിടെ ഒരു പ്രതീകാത്മകമായിട്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി. അവർ നോക്കുമ്പോൾ വലിയ തലയുടെ പുറകിലാണ് ഉമ്മൻചാണ്ടി വെച്ചത്, വലിയ തല KC-യുടെ. എന്നാ ഇവൻ അങ്ങനെ സൂചിക്കണ്ടെന്ന് പറഞ്ഞാണ് KC-യുടെ വലിച്ചു കയറുന്നത്. അപ്പോൾ ഈ ഇന്നിപ്പം തീരുമാനം എടുത്തതിന് ശേഷം ഇവരെ അറിയിക്കാനാണെന്ന് തോന്നുന്നു വിളിച്ചു വരും. എന്നിട്ട് അവരോട് പറയുന്നത് ഇവിടെ വെടിനിർത്തൽ ഉണ്ടാക്കണം, അവരെ ആഹ്വാനം ചെയ്യണം. ഇപ്പം മുല്ലപ്പള്ളി പോയില്ലെന്ന് തോന്നുന്നു. പോയില്ല, അതിന് അഭിപ്രായം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദീപദാസ് മനുഷ്യ അതുപോലെ ആന്റണി ഫോണിലൂടെ അറിയിക്കും. പോകുന്നുണ്ട്. VM സുധീരൻ എനിക്ക് തോന്നുന്നു ഏറെ നാളിന് ശേഷമാണ് VM സുധീരന് ഒരു അംഗീകാരം കിട്ടും. അതെ, കാരണം ഇങ്ങനെങ്കിലും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇവർ ഓർക്കുന്നുണ്ട്, കോൺഗ്രസ്സുകാർ. അതുപോലെ MM ഹസൻ പോകുന്നുണ്ട്. MM ഹസനെ വിളിച്ചിട്ടുണ്ട്, തിരുവഞ്ചൂരിനെ വിളിച്ചിട്ടുണ്ട്, പിന്നെ ലിജു, ഷാഫി പറമ്പിൽ. ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, ഇതിലെ ഏറ്റവും സീനിയർ ശരിക്കും പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഇവരെല്ലാവർക്കും എത്രയോ സീനിയറാണ്. നമ്മൾ പലപ്പോഴും പറയാറുള്ളേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ KS പ്രസിഡന്റൊക്കെ ആയിരുന്ന സമയത്ത് ഇവരിൽ പറഞ്ഞ പ്രൈമറി സ്കൂളിൽ പഠിക്കായിരിക്കും. അപ്പോൾ രമേശ് ചെന്നിത്തല ഈ ഇദ്ദേഹത്തിന്റെ ജൂനിയർ. പക്ഷേ രമേശ് ചെന്നിത്തല 82-ൽ MLA ആയി, തിരുവഞ്ചൂർ 91-ലാണ് MLA ആയത്. അതാണ് വ്യത്യാസം. പക്ഷെ പാർട്ടിയിലെ പ്രവർത്തന പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സീനിയർ. അപ്പൊ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരട്ടെ അല്ലേ? അത് അങ്ങനെ ആകാമല്ലോ, അവർക്ക് MLA തന്നെയാണല്ലോ അദ്ദേഹം. അതെ, മാത്രമല്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ നല്ല പെർഫോമൻസ് നടത്തിയ ആളുമാണ് അദ്ദേഹം. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയെ പിന്നെ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അദ്ദേഹത്തിന് തുല്യമായ പ്രാധാന്യം ഉണ്ടായിരുന്ന ആളാണ് തിരുവഞ്ചൂർ. അതെ, അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ കോട്ടയം രാഷ്ട്രീയത്തിൽ ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടവരാണ് തിരുവഞ്ചൂരും KS ജോസഫും. അവർ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയും വലിയൊരു ഫിഗർ അവിടെ ഉള്ളപ്പം ഇവർക്ക് അതിനെ കടത്തിവിട്ടുകൊണ്ട് ഒരിക്കലും കടന്നു വരാൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെയാണ് ഇവർ രണ്ടുപേരും നിന്നിട്ടുള്ളത്. ഇപ്പം നെക്സ്റ്റ് ടു CM എന്ന് പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടി ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത് തിരുവഞ്ചൂരിനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണല്ലോ രമേശ് ഇത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സീനിയോറിറ്റിയിൽ ഒന്നുകിൽ മന്ത്രിസഭയിലെ ഒരു മുതിർന്ന ഏറ്റവും നല്ല വകുപ്പ് കിട്ടേണ്ട ഒരാളാണ്. ഓർമ്മയുണ്ടായിരിക്കും, K കരുണാകരൻ അന്ന് 91-ലെ മന്ത്രിസഭയുടെ കാലത്ത് അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ ചാർജ് കൊടുത്തിട്ട് CV പത്മരാജനാണ്. അന്ന് എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് നമ്പർ 2 എന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് അന്ന് പക്ഷേ പത്മരാജനാണ് ചാർജ് കൊടുത്തിട്ട് എന്താണ് താൽക്കാലിക മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തില്ല, പക്ഷേ ചാർജ് കൊടുത്തിട്ട് ചാർജായിരുന്നു അദ്ദേഹത്തിന്. അതിൽ EMS 67 മന്ത്രിസഭ GDR-ൽ കിഴക്കൻ ചമ്പനെ ചികിത്സയ്ക്ക് പോയപ്പോൾ ഗൗരിയമ്മയ്ക്കായിരുന്നു ചുമതല. പക്ഷേ ആക്ച്വലി മുഖ്യമന്ത്രി ആക്കിയിട്ടില്ല, പക്ഷേ ചുമതല. ഇപ്പം പിണറായി പോകുമ്പം ഇവിടെ ഈ വാസവനല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും KC ഏതാണ്ട് ഉറപ്പിച്ച മട്ടുണ്ട്. KC തന്നെ ആയിരിക്കണം. പിന്നെ ഉള്ളത് ഇനി പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഈ പറയുന്ന മന്ത്രിമാരുടെ കാര്യമാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ തിരുവഞ്ചൂര്, സണ്ണി ജോസഫ്, K മുരളീധരൻ. ഇനി ബാക്കിയാണ് അതിനകത്താണ് സമുദായവും സ്ത്രീ പ്രാതിനിധ്യവും ഒക്കെ വരേണ്ടത്. മാത്രമല്ല വിശാഖൻ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവർക്ക് ഏത് വകുപ്പ് കൊടുക്കുമെന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇവർ മന്ത്രിയാക്കിയാൽ മാത്രം പറയാം, കൊടുക്കുന്ന വകുപ്പ് ഏതാണെന്ന് നോക്കണം. എന്തായാലും ഒരു കാര്യം കോൺഗ്രസ് ശ്രദ്ധിക്കുക, ആരോഗ്യ വകുപ്പ് ഏതെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുക. ഈ കുളമാക്കിയിട്ടേക്കുന്ന വകുപ്പ്, ആരോഗ്യവും ഗതാഗതവും ഒന്നും ഇവർ ആരും തൊടത്തില്ല. കാരണം ഇപ്പോഴത്തെ പണ്ടത്തെ അവസ്ഥയല്ല. 10 വർഷത്തിന് ശേഷമാണ് UDF അധികാരത്തിലേക്ക് വരുന്നത്. അതിന്റെ ഒരു അപരിചിതത്വം വേറെ ഉണ്ട്. ഭരണത്തിൽ നിന്ന് വിട്ടുന്ന അവർ നിന്ന ഒരു കാലഘട്ടം അല്ല ഇത്. ഇപ്പൊ തൊടുന്നതെല്ലാം വിവാദമാണ്. ഒരു സിറിഞ്ച് മാറി കുത്തിപ്പോയാൽ പോലും വിവാദമാകുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയ ഏറ്റവും ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസ്സുകാർ വീണ്ടും അധികാരത്തിൽ. ഇതൊരു മുൾക്കിരീടം തന്നെയാണ് ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ പോരായെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു തോൽവിയുടെ പടുകുഴിയിൽ നിന്ന് അള്ളിപ്പിടിച്ച് CPM-കാർ കയറി വരുന്നതേ ഉള്ളൂ. ഇവർ കയറി വന്നു കഴിഞ്ഞ് ഇവർ പൊട്ടിത്തെറിക്കും. അല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ CPM-നെ ഏറ്റ തിരിച്ചടിയുടെ ട്രോളാണ് നമ്മൾ കണ്ടത്. ഇപ്പം 3-4 ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന CPM-നെ അവർ വിട്ടു. ട്രോളന്മാർ കോൺഗ്രസിനെ പിടികൂടിയിരിക്കുകയാണ്, മുഖ്യമന്ത്രി മന്ത്രിസഭ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ശ്രദ്ധിക്കുക, അവർ വളരെ ശ്രദ്ധിക്കണം. ആരോഗ്യ വകുപ്പ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മന്ത്രി, K മുരളീധരനെയൊക്കെ പോലെയുള്ള ഒരു ശക്തനായ മന്ത്രിയെ ഏൽപ്പിക്കണം. എന്നാൽ മാത്രമേ
ഇനി ഇത് ആ ഒരു അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ സുധീരൻ അദ്ദേഹം വളരെ കുറച്ചാലേ മന്ത്രിയാണെന്നുണ്ടെങ്കിൽ പോലും ആർ രാമേന്ദ്രൻ നായർ രാജിവെച്ച ഒഴിവിലാണ് അദ്ദേഹം ആരോഗ്യമന്ത്രി. മന്ത്രിസഭ മാറിയല്ലോ. മാറി. അപ്പം കേൾക്കാൻ രാജ്യത്തെ അയക്കാൻ അത് അന്ന് മറ്റേ ചാരക്കേസിനെ തുടർന്ന് കർണാടക രാജിവെച്ച മന്ത്രിസഭ. ആരാണ് മുഖ്യമന്ത്രി. അപ്പോൾ മാത്രമല്ല 91 മന്ത്രിസഭ രൂപീകരണ സമയത്ത് എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ട് ഏക്കാൻ എഴുതിയത് ആദ്യത്തെ പേര് വി എം സുധീരൻ്റെ ആയിരുന്നു. കർണാടക പറ്റൂല എന്ന് പറഞ്ഞു. സുധീരൻ മന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം പണ്ട് സ്പീക്കറായിരുന്നപ്പോൾ ഈ 84-87 കാലഘട്ടത്തിൽ സ്പീക്കറായിരുന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രി കരുണാകരനെ ശരിക്കും പുള്ളി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനായിരിക്കും കാരണം. അതുകൊണ്ട് പിന്നെ എ ഗ്രൂപ്പുകാരനായിരുന്നല്ലോ അന്ന് പുള്ളി. അപ്പോൾ അങ്ങനെ സംഭവിച്ചായിരിക്കും. എന്തായാലും ഇത് വളരെ നിർണായകമാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ ഒരു യോഗങ്ങൾ. എന്തായാലും കോൺഗ്രസിൽ അടി തുടർന്നുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മന്ത്രിസഭ കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ്, പിന്നെ ഇനി വീണ്ടും ഗ്രൂപ്പുകൾ ശക്തമാകാൻ പോവാണ്. അത് ആണ് സംഭവിക്കുക. ഇത്രയും നാൾ ഗ്രൂപ്പുകളുടെ ആ ഒരു ഗ്രൂപ്പുകൾ അണ്ടർസ്റ്റുഡ് ആയിരുന്നു. അത് മറനീക്കി പുറത്തു വരികയാണ്. ലയിപ്പിച്ചിരുന്ന ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ തലപൊക്കി പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിൽ നിലയ്ക്കാത്ത അടി തന്നെ തുടരും എന്നാണ് കരുതുന്നത്.